കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം പൊടുന്നനെയാണ് നടക്കാറുള്ളത്. പലപ്പോഴും ഈ പ്രഖ്യാപനങ്ങൾ സാധാരണ ജനങ്ങൾ അറിയാറുള്ളത് പ്രഖ്യാപനങ്ങളെല്ലാം നടന്ന ശേഷമായിരിക്കും. ജനങ്ങൾ മാത്രമല്ല, സർക്കാരിനും പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ പല നീക്കങ്ങളും ഞെട്ടലാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ നിർണായകമായ ഒരു പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബർ 5-ന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം എത്തും എന്നാണ് പറയുന്നത്. അതും ഇത്തവണത്തെ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ദൈനംദിന ചെലവിൽ നല്ലൊരു പങ്കും ചെലവ് വരുന്നത് പെട്രോൾ പമ്പുകളിലാണ്, അല്ലെ? സാധാരണക്കാർക്ക് ഏറ്റവും അധികം പേടിയുണ്ടാക്കുന്ന ഒരു സംഭവം പെട്രോളിന്റെ വിലക്കയറ്റം തന്നെയാണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ആശങ്കയോടെ നോക്കുന്നതും പെട്രോൾ വില വർദ്ധിക്കുന്നതാണ്. ഒരു ശരാശരി ഇന്ത്യൻ കുടുംബത്തിന്റെ ബജറ്റിനെ നിർണ്ണയിക്കുന്നതിൽ ഇന്ധന വിലയ്ക്ക് വലിയ പങ്കുണ്ട്. അടുത്ത മാസം ആദ്യം രാജ്യത്തെ പെട്രോൾ ഡീസൽ വില സംബന്ധിച്ച് നിർണായകമായ പ്രഖ്യാപനത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുകയാണ് എന്നാണ് സൂചന. ക്രൂഡ് ഓയിൽ വില ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തിയപ്പോഴും വില കുറച്ചിരുന്നില്ല. മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പെട്രോൾ വിലയിൽ ഇളവ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സഖ്യകക്ഷി സർക്കാരിന്റെ ഭാഗമായി BJP ഭരണത്തിലുള്ള മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനം ലക്ഷ്യമിടുന്നുണ്ട് BJP. അതുകൊണ്ട് തന്നെ പെട്രോൾ വില കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഇന്ധനവില കുറയ്ക്കുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്നായിരുന്നു ഇന്ത്യൻ ഓയിൽ സെക്രട്ടറി പങ്കജ് ജെയിൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. എണ്ണവില കുറയ്ക്കുമ്പോൾ എക്സൈസ് നികുതി കൂട്ടാനുള്ള സാധ്യതയുണ്ടെന്നും വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ പെട്രോളിന് ലിറ്ററിന് 19.8 രൂപയും ഡീസലിന് 15.8 രൂപയുമാണ് ഈടാക്കുന്നത്. ക്രൂഡ് ഓയിൽ വില $71. അതേസമയം ഇന്ധനവില GST പരിധിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനങ്ങൾ തയ്യാറായാൽ വില കുറയുമെന്ന നിലപാട് കേന്ദ്ര സർക്കാർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനങ്ങളുടെ വരുമാനം ഗണ്യമായി കുറയും എന്നതിനാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എതിർപ്പ് അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് ബജറ്റിന്റെ പ്രഖ്യാപന സമയത്ത് നിർമ്മല സീതാരാമൻ പറഞ്ഞൊരു കാര്യമാണ് ഈ പെട്രോൾ ഡീസൽ വില GSTയിൽ കൊണ്ടുവരിക എന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയൊരു ആവശ്യവും ഏറ്റവും വലിയൊരു നീക്കവും കൂടിയാണ് അത്. കേന്ദ്ര സർക്കാരിന് അത് വലിയൊരു ഇരുട്ടടിയാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളും ഈ സംഭവത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം ഇത്തിരി വൈകിയാണെങ്കിലും പ്രാബല്യത്തിൽ വരും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്.